ഫിനാലെയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇന്ന് നടന്നത്. ഗോൾഡൻ റാബിറ്റ് എന്ന ടാസ്ക് ആയിരുന്നു മത്സരാർത്ഥികൾക്കായി നൽകിയത്. ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാർ ആണ്. അഭിഷേകിന് 3 പോയിന്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. തൊട്ടുപിറകെ 2ാം സ്ഥാനം സ്വന്തമാക്കിയ സായിക്ക് 2 പോയിന്റ്സും ലഭിച്ചു. അങ്ങനെ ടിക്കറ്റ് ഫിനാലെയുടെ ഇന്നത്തെ മത്സരം കഴിയുമ്പോൾ അഭിഷേകാണ് മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. ശരിക്കും കൂടുതൽ പേരും ഗെയിം മനസ്സിലാക്കാതെയാണ് ഈ ഒരു ടാസ്ക് കളിച്ചത്. ജിൻഡോ, ശ്രീതു, അർജുൻ, അഭിഷേക് ഇവരൊക്കെ നന്നായിട്ടാണ് പെർഫോം ചെയ്തത്. ഓൾറെഡി മത്സരം തുടങ്ങുമ്പോൾ തന്നെ ജിൻഡോയ്ക്ക് അറിയാം എല്ലാവരും ജിൻഡോയെ ടാർഗറ്റ് ചെയ്യും, ജിൻഡോയെ പുറത്താക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജിൻഡോ ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്തത് ജാസ്മിനെയാണ്. 1 മിനിറ്റ് സമയമാണ് എല്ലാവർക്കും നൽകുന്നത്. കുറെ കട്ടകളും നൽകിയിട്ടുണ്ട്. ആ കട്ടകളുടെ നടുക്കായിട്ട് ഒരു ഗോൾഡൻ റാബിറ്റും വെച്ചിട്ടുണ്ട്. കട്ടകൾ പൊളിച്ച് വേറൊരു കളത്തിൽ കൊണ്ടുപോയി കട്ടകൾ ഇടണം. നടുക്കിരിക്കുന്ന ഗോൾഡൻ റാബിറ്റിനെയും സ്വന്തമാക്കണം. ഈ ഗെയിം വളരെ ബ്രില്യന്റ് ആയിട്ട് മനസ്സിലാക്കി കളിച്ച ഒരു വ്യക്തിയാണ് ജിൻഡോ. എന്തായാലും ജാസ്മിനെ ചൂസ് ചെയ്ത് ജാസ്മിന്റെ കട്ടകൾ മുഴുവൻ പൊളിച്ച് ജാസ്മിന്റെ ഗോൾഡൻ റാബിറ്റും സ്വന്തമാക്കി 3ാം റൗണ്ടിൽ ജിൻഡോ. എന്നാൽ ജിൻഡോ കളിക്കുന്നത് കള്ളക്കളിയാണെന്നും ജിൻഡോയ്ക്ക് കളി അറിയില്ലെന്നും ജിൻഡോ കളി മനസ്സിലാക്കാതെയാണ് ഈ കളിക്കുന്നതെന്നും കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിൻ. താൻ ഔട്ടായില്ലെന്ന് കോൺഫിഡന്റോടുകൂടി നിൽക്കുകയായിരുന്നു ജാസ്മിൻ. ജിൻഡോ കളിച്ചത് ശരിക്കുള്ള കളിയല്ല, ഇങ്ങനല്ല കളിക്കേണ്ടത് എന്ന് തർക്കിക്കുകയായിരുന്നു ജാസ്മിൻ. എന്നാൽ 3ാം റൗണ്ടിന്റെ അവസാനം ബിഗ് ബോസ് തന്നെ നേരിട്ട് അനൗൺസ് ചെയ്തു ജാസ്മിൻ പുറത്തായി എന്ന്. ശരിക്കും പ്ലിങ് ആയി നിൽക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും ഗെയിമിന് ശേഷവും ജാസ്മിനെ ജിൻഡോ പുറത്താക്കിയതിനെ കുറിച്ച് ജാസ്മിൻ വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മറ്റുള്ളവർ പറയുന്നുണ്ട് ഈ ഗെയിമില് ജഡ്ജ് മറ്റാരും അല്ലായിരുന്നു, ബിഗ് ബോസ് ആയിരുന്നു. ഗെയിം തെറ്റായിരുന്നെങ്കിൽ ബിഗ് ബോസ് അപ്പ തന്നെ അനൗൺസ് ചെയ്തേനെ എന്ന് മറ്റുള്ളവർ പറയുന്നു. എന്നാൽ അവിടെ പ്ലിങ് ആയി ഔട്ട് ആയതിന്റെ ഫ്രസ്ട്രേഷൻ ജാസ്മിൻ കളി കഴിഞ്ഞതിന് ശേഷവും ജിൻഡോയോട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.